ഏവർക്കും അച്ചായൻസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ട കൊണ്ടൊരു അച്ചാറാണ്. നമ്മൾ സാധാരണ മാങ്ങച്ചാർ, നാരങ്ങച്ചാർ, ബീഫ്, ഫിഷ് ഇതിൻ്റെയൊക്കെ അച്ചാർ നമ്മൾ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്തതാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന ഒരു അച്ചാറാണ് മുട്ട കൊണ്ടുള്ള ഒരു അച്ചാർ. അത് വളരെ സാധാരണ അച്ചാർ പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അധികം സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് മാക്സിമം ഷെയർ ചെയ്യുക. മുട്ടച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങിയതിന് ശേഷം അതിലത്തെ മഞ്ഞക്കരു മാറ്റി വെള്ളക്കരു മാത്രം ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമ്മളൊരു ഫ്രൈയിങ് പാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു നല്ലവണ്ണം ഒരു 5-10 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന എഗ്ഗ് പീസ് ഇട്ട് ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അതേ എണ്ണയിലോട്ട് തന്നെ അല്പം കടുക് ഇട്ട് പൊട്ടിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ജീരകം പൊടിച്ചത്, ഒരു 3-4 ചുവന്ന മുളക്, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് കുറച്ച് ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക. അത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയുടെ പീസുകളിട്ട് നല്ലവണ്ണം ഇളക്കി വയ്ക്കുക. എന്നിട്ട് ഇതിലോട്ട് ആറുന്ന സമയത്ത് അതിലോട്ട് ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ അച്ചാർ റെഡിയാണ്.